നമസ്കാരം. വാർത്താരംഭം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മുംബൈ ഘാട്ട് കോപ്പറിൽ കൂറ്റൻ പരസ്യ ബോർഡ് തകർന്നു വീണ് 14 മരണം, 43 പേർ ചികിത്സയിൽ. ശക്തമായ കാറ്റിലും മഴയിലും നഗരത്തിൽ വ്യാപക നാശനഷ്ടം. കോഴിക്കോട് നഗരത്തെ നടുക്കി അപകടം. ആംബുലൻസ് ട്രാൻസ്ഫോമറിൽ ഇടിച്ച് കത്തി, രോഗി വെന്തു മരിച്ചു. അപകടം പുലർച്ചെ 3:30-ഓടെ. മരിച്ചത് ശസ്ത്രക്രിയയ്ക്കായി കൊണ്ടുവന്ന നാദാപുരം സ്വദേശി സുലോചന. 6 പേർ ചികിത്സയിൽ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ടയിൽ യെല്ലോ അലർട്ട്. തീരത്ത് കടലേറ്റത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യത. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിൽ 67.71% പോളിംഗ്. വാരാണസിയിൽ നരേന്ദ്രമോദി ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും. ശക്തി കാട്ടാൻ BJP. IPL-ൽ കൊൽക്കത്ത ഗുജറാത്ത് മത്സരം ഉപേക്ഷിച്ചു. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ മഴ വില്ലനായി. ഇരു ടീമുകളും ഓരോ പോയിന്റ് പങ്കിട്ടതോടെ പ്ലേ ഓഫ് കാണാതെ ഗുജറാത്ത് പുറത്ത്. വാർത്തകൾ വിശദമായി നോക്കാം. കോഴിക്കോട് നഗരത്തിൽ ആംബുലൻസിന് തീപിടിച്ച് രോഗി വെന്തു മരിച്ചു. മലബാർ മെഡിക്കൽ കോളേജിൽ നിന്നും മിംസ് ആശുപത്രിയിലേക്ക് രോഗിയുമായി വരികയായിരുന്ന ആംബുലൻസാണ് ട്രാൻസ്ഫോമറിൽ ഇടിച്ച് കത്തിയത്. രോഗിയായ നാദാപുരം സ്വദേശിനി സുലോചനയാണ് വെന്തു മരിച്ചത്. ഞങ്ങൾ മഴയായിരുന്നു, ഉള്ളിലായിരുന്നു. വന്ന് നോക്കുമ്പോൾ തീ കത്തുന്നതാണ് കണ്ടത്.